പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സംരക്ഷണം അനുഭവവേദ്യമാകുന്ന വിവിധ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പലപ്പോഴും അപകടത്തിൻ്റെ മധ്യത്തിലായിരിക്കും അവിടുത്തെ സാന്നിധ്യം നമുക്ക് കൂടുതൽ ശക്തമായിട്ട് അനുഭവപ്പെടുക. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്തറിഞ്ഞ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്കു വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്നു കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ശാന്തരായിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം. ആ ചുറ്റുപാടുകൾ, മുമ്പിൽ വലിയ കടൽ, ചെങ്കടൽ, പിറകിൽ തങ്ങളെ വീണ്ടും അടിമയാക്കാനായിട്ട് പാഞ്ഞു വരുന്ന ഫറവോയുടെ ശത്രു സൈന്യം. ഈ ശത്രു സൈന്യത്തിനും കടലിനും ഇടയിൽ കുടുക്കിലായതുപോലെ നിൽക്കുന്ന ജനത്തിന് എങ്ങനെയാണ് ശാന്തരാവാൻ സാധിക്കുക? ദൈവം തങ്ങളെ മനഃപൂർവ്വം ഒരു കെണിയിൽപ്പെടുത്തിയതാണ് എന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് കാരണമുണ്ടായിരുന്നു. അതവർ തുറന്നു പറയുകയും ചെയ്തു. മോശയോട് വീണ്ടും വീണ്ടും പറയും, ഞങ്ങൾ ഈജിപ്തിലായിരുന്നപ്പോൾ പറഞ്ഞതല്ലേ ഞങ്ങളെ വെറുതെ വിട്ടേക്കൂ, ഞങ്ങളിവിടെ സമാധാനമായിട്ട് കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമായിരുന്നു. ഈജിപ്തിൽ നിന്ന് വലിയ ആഘോഷത്തോടു കൂടിയാണ് ഇസ്രായേൽക്കാർ പുറപ്പെട്ടത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ കണ്ടതിന് ശേഷം ഈജിപ്തിൽ കൂട്ടനിലവിളി ഉയർന്ന രാത്രിയിലാണ് അവർ പുറപ്പെട്ടത്. ഈജിപ്തിൽ പൗരന്മാരുടെ എല്ലാം ആദിജാതന്മാർ വധിക്കപ്പെട്ടു. ഇങ്ങനെ തങ്ങളുടെ ചരിത്രത്തിലേക്ക് കടന്നു വന്ന് ശക്തമായ കരത്താൽ തങ്ങളെ മോചിപ്പിച്ച ദൈവം വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുമെന്ന വാഗ്ദാനത്തോടു കൂടിയാണ് അവിടുന്ന് കൊണ്ടുവന്നത്. പക്ഷേ കൊണ്ടുവന്നത് നേരെ മരുഭൂമിയിലേക്കാണ്. സാധാരണഗതിയിൽ ഈജിപ്തിൽ നിന്ന് കാനാനിലേക്ക് പോകാൻ മധ്യധരനായിട്ട് തീരത്തുകൂടിയുള്ള വടക്കോട്ടുള്ള വഴിയായിരുന്നു തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. 2-3 ആഴ്ച കൂടിയാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവിടെ ചെന്നെത്താൻ സാധിക്കുമായിരുന്നു. രാജപാത അതിലെയാണ് ജനങ്ങളെല്ലാം യാത്ര ചെയ്യുന്നതും ആ വഴിക്കായിരുന്നു. പക്ഷേ അതിലെ പോകാതിരിക്കാൻ പ്രധാന കാരണമുണ്ട്. ഫിലിസ്തീനരുടെ ആക്രമണത്തെ നേരിട്ടേക്കുമോ, ഫറവോയുടെ സൈന്യം തന്നെ അവരെ പിന്തുടർന്നേക്കുമോ എന്നൊക്കെയുള്ള ഭയമുള്ളത് കൊണ്ട് അവരെ നേരെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ മരുഭൂമിയിലേക്ക് നയിച്ച് കൊണ്ടുവന്ന് പാളയം അടിച്ചിരിക്കുന്നത് കടലിൻ്റെ അടുത്താണ്. കർത്താവിന് അറിയാമായിരുന്നു ഈ ഈജിപ്ത് സൈന്യം, ഫറവോയുടെ സൈന്യം ഇവരെ തേടി വരുമെന്ന്. മുമ്പിലേക്ക് പോകാൻ വഴിയില്ല എന്നും കർത്താവിന് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്, ഞങ്ങളെ മനഃപൂർവ്വം കർത്താവും മോശയും കൂടി ഒരു കുടുക്കിലാക്കിയിരിക്കുകയാണ്. പക്ഷേ മോചനമില്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ നിലവിളിച്ചപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് നിലവിളിക്കുന്നു? കടലിന് മീതെ വടി നീട്ടുക. കടലിന് മീതെ മോശ വടി നീട്ടി. കടൽ 2ആയി പിളർന്നു. വഴി കടലിന് നടുവിൽ വഴി തെളിഞ്ഞു. ആ ഉണങ്ങി വരേണ്ട ഭൂമിയിലൂടെ, കടലിന് നടുവിലൂടെ, അലയടിച്ചുയർന്നു നിൽക്കുന്ന ഭിത്തി പോലെ നിൽക്കുന്ന വെള്ളത്തിന് നടുവിലൂടെ ജനത്തിന് കടന്നു പോകാൻ സാധിച്ചു. ഇതാണ് ഇന്നും സംഭവിക്കുക. മോചനമില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പുതിയ വഴികൾ തുറക്കാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങൾ ശാന്തരായിരിക്കുക. ഈ പ്രതിസന്ധികൾ കർത്താവ് തന്നെ തന്നതാവും നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ, വിശ്വാസത്തെ പരീക്ഷിക്കാൻ, ശക്തിപ്പെടുത്താൻ. മോശയുടെ വാക്ക് കേട്ട് മോശയുടെ പ്രവർത്തനത്തിൽ കടൽ വിഭജിച്ചു. ജനം കടലിന് നടുവിലൂടെ കടന്നു പോന്നു. ഇത് രക്ഷാചരിത്രത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് വലിയൊരു സംഭവമാണ്. നമ്മുടെ മുമ്പിലും കടൽ പിളരും, നമ്മുടെ മുമ്പിലും പ്രതിസന്ധികളുമാരും. കർത്താവ് പറഞ്ഞല്ലോ, വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിലും മലകൾ പോലും മാറുമെന്ന്. മല മാറി കടലിൽ വീഴുന്ന സാഹചര്യത്തെക്കുറിച്ച് യേശു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഭയപ്പെടാതിരിക്കുക. പിന്നിൽ പാഞ്ഞു വരുന്ന ശത്രുക്കളെ കണ്ടോ, മുന്നിൽ അലയടിക്കുന്ന കടലിനെ കണ്ടോ ഭയപ്പെടാതിരിക്കുക. ശാന്തരായിരിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വാസം നമ്മളെ ശാന്തതയിലേക്കും പ്രത്യാശയിലേക്കും നയിക്കും. ഇങ്ങനെ വിശ്വസിച്ച് പ്രത്യാശയോടെ കഴിയുന്നവർ ദൈവത്തിൻ്റെ ശക്തി സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയും. അത് രക്ഷാചരിത്രത്തിൽ തുടക്കമായതുപോലെ നമ്മെ സംബന്ധിച്ചും ഇതൊരു വലിയ ദൈവാനുഭവമായി മാറും. അതിനുള്ള കൃപ ദൈവം തന്നെ നൽകട്ടെ. ആമേൻ.